പിന്നെ അത് കാർഡൊക്കെ കൊണ്ട് തരാം ഞാൻ. കൃഷ്ണയുടെ കേരളത്തിലെ 10 പൈസന്ന് പറഞ്ഞ 10 പൈസ ലിസ്റ്റ് തന്നു. ഞങ്ങൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ അങ്ങനെ വിട്ടു. ഞമ്മ രണ്ടാളേന്ന് വാങ്ങും. ഇടക്ക് വെച്ചിട്ട് വജ്രത്തിന് വലിയൊരു ഇത് കൊടുക്കൂല. ഇതല്ല 10 രൂപ കുറവുള്ള. ഇപ്പൊ മൈസാൻ പോകുന്നത്ര കുറവൊന്നും പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വജ്രം ഞാൻ തള്ളി വിടും. മൈസൻ ചോദിച്ചു വരുന്നുണ്ടോ ആളുകള്? പക്ഷെ അത് ക്വാളിറ്റിയുള്ള സിമെന്റ് അല്ലല്ലോ. ആൾക്കാർക്ക് വില കുറവുണ്ട്. പ്രത്യേകിച്ച് ഈ ഏരിയയില് ഡയമണ്ട് സിമെന്റ് പോകുന്ന ഒരു ഏരിയ പേര് മാറിയെങ്കിലും വില കുറവുണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റിൽ കെട്ടാനും അങ്ങനെ പോകുന്നു. ഇവിടെ വജ്രം ഞാനാണ് ഇവിടെ കുറച്ചും കൂടി ഇതാക്കിയത്. പക്ഷെ ഫസ്റ്റ് വജ്രത്തിന്റെ വില കുറവായിരുന്നു. അപ്പൊ ഇടക്ക് ഒരു 6 മാസം ഇവിടെ ഡയമണ്ട് ഓഫായിരുന്നു. ആ സമയത്തായിരുന്നു ഈ വജ്രത്തിന്റെ നല്ല ഫേമസ് ഇവിടെ വജ്രം ആ സമയത്ത്. പിന്നെ രണ്ടാമത് ഡയമണ്ട് ഇറങ്ങിയപ്പോൾ വജ്രത്തിന്റെ വില കൂടുകയും ചെയ്ത് ഇത് മുമ്പത്തെ ബ്രാൻഡ് വരികയും ചെയ്തു. രണ്ടും ഒറ്റ ടൈമായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ഒരു 5 റുപ്യന്റെ വ്യത്യാസമാണ് പ്രശ്നമായി. അതേ വ്യത്യാസം. ഇപ്പൊ 260 റുപ്യൊക്കെ നമ്മൾ ചാക്ക് കൊടുക്കുന്നു മൈസ. ഇപ്പൊ ഇത് എത്രക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് അറിയാമോ? 253 അത് ഇറങ്ങുന്ന ചാക്ക്. ഇവിടെ ഇറക്കുമ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് 85ആണ്. പക്ഷെ 260 വെക്കുമ്പോ ഒരു 5 രൂപയല്ലേ ഉള്ളു ലാഭം. ഇപ്പൊ നമ്മളെന്തോലേക്ക് തന്നെ നിങ്ങൾ ഇപ്പൊ ഈ നമ്മളെന്തോലേക്ക് വിൽക്കുന്നത്? 70 വിൽക്കും അല്ലെ? വിൽക്കുന്നത് 70 തന്നതാണ്. ഓക്കെ അത് അല്ലെങ്കിൽ അതേപോലെ വരും 74 പറഞ്ഞു. 74 പറഞ്ഞാല് നമുക്ക് ഇവിടെ ഇറക്കിയിട്ടാൻ പറ്റും. പിന്നെ ഇതിനേക്കാൾ ഉറപ്പ് പിന്നെയും കുറയാണ്. മാത്രല്ല കുറയുന്നതല്ല, നമുക്ക് ഉറപ്പ് കുറഞ്ഞാലും ബ്രാൻഡ് നല്ലതാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. നിങ്ങളിപ്പോ കട പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി മൈസം സിമെന്റ് ഉണ്ടെന്ന് ഇവിടെ വെച്ചിട്ട് 5 രൂപ പ്രോഫിറ്റിന് നിങ്ങൾ വിറ്റിട്ട് കാര്യമില്ല. അപ്പൊ കുറച്ചുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി വജ്രം തന്നെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കാം. നിങ്ങൾക്ക് മാക്സിമം ഇപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് ബലിയെടുക്കത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഞമ്മക്ക് ലാഭം മാത്രല്ല നമുക്ക് ബലിയെടുക്കാൻ നോക്കിയിട്ടാണ് ഇവിടെ ബലിയെടുക്ക മുള്ളരിയ ചെറുക്കള എല്ലാം നോക്കണം. ചെറുക്കളത്ത് പിന്നെ ബാധിക്കുന്നില്ല അത്ര. തന്നെ എടുത്തിടുന്ന അപ്പുറം പിന്നെ അത് വലിയ ഇങ്ങോട്ട് ആൾക്കാർ വരുന്നുമില്ല. പിന്നെ ഇടന്നിരുന്ന് ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകില്ല. എന്നാൽ അവിടെ ഒരു ഷോപ്പേ ഉള്ളൂ ചെറുക്കളത്ത്. അവരിപ്പോ എങ്ങനെ വിറ്റാലും കാര്യമായിട്ട് നല്ല രീതിയിൽ വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. കുറച്ചിട്ട് അപ്പൊ വലിയെടുക്കത്ത് കഴിഞ്ഞാൽ 4 ഷോപ്പുണ്ടാണ്. അവര് വളരെ വിനിയാന്ന്. ഞാനിപ്പോ ഒരു പാർട്ടി എന്നോട് വന്നിട്ട് പറഞ്ഞു 250 റുപ്യക്ക് അൾട്ര തന്നു. 250 അൾട്ര ഇറക്കുന്നത്. 2 റുപ്യ കൂലി മുമ്പ് 252. അപ്പോ എങ്ങനെ കൊടുത്തു എന്നുള്ളത് എനിക്ക് അത് കുറച്ച് ഈ കമ്പിയൊക്കെ വാങ്ങിന്ന് പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് 85 തരാൻ പറ്റും. പക്ഷെ പിന്നെ 55 അയാൾ എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എന്ത് അപ്പൊ സ്ഥിരം ഉപയോഗിക്കുന്നവർ ഇത് തന്നെ എടുക്കുള്ളൂ. ക്വാളിറ്റി സംബന്ധമായ കച്ചവടം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഇത് നോക്കിയിട്ടാണ് ഇവിടെ കുറച്ചും കൂടി എല്ലാവരും കംപ്ലൈന്റ് വെച്ചാൽ മെയിൻ സ്ലാബിന് ഇപ്പോഴും ഇവിടെ വജ്രം ഉപയോഗിക്കുന്നില്ല. അതാണ് ഇപ്പൊ ഞാൻ ഇവിടെ അൾട്ര ACC അത് 2 കഴിഞ്ഞിട്ട് ബാക്കി മൈസൊന്നും ആരും എടുക്കുന്നില്ലല്ലോ. മൈസ സൺസൈഡിനെല്ലാം എടുക്കും. അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നോക്കുന്നത് 260 റുപ്യ. അപ്പൊ സൺസൈഡിന് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. ഒരു ഇപ്പൊ വജ്രം എടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഒരു 250 20 റുപ്യന്റെ ഡിഫറൻസ് വന്നാൽ ഒരു 20 ചാക്ക് സിമെന്റ് എടുക്കുന്ന ആൾക്ക് എത്ര 400 റുപ്യയുടെ ലാഭം ഒന്ന്. പിന്നെ സെൽഫ് യൂസിന്റെ ആണെങ്കിൽ ചില ആൾക്കാർ കുറച്ച് സാമർഥ്യമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നല്ല സിമെന്റ് തന്നെ എടുക്കും അവർ. പിന്നെ കുറെ കോൺട്രാക്ട് ഉണ്ട്. അല്ല അങ്ങനെ സെൽഫ് യൂസിന് വരുന്നില്ല ഇവിടെ? വരുന്നില്ല എന്നല്ല, വജ്രം പോകുന്നുണ്ടോ അവർക്ക്? വജ്രം ഇപ്പൊ ഇടയ്ക്ക് ഞാൻ ബന്ധാക്കിയ വജ്രം പോകുന്നില്ല. അൾട്ര ഉണ്ടെങ്കിൽ വജ്രം പോയിട്ടില്ല. ഇപ്പൊ ഞാൻ അൾട്ര ഇന്നൊരു 10-40 ചാക്ക് അൾട്ര കിട്ടും. എന്നാലും വജ്രം 5 ചാക്ക് കിട്ടും.
അത് എൻ്റെ പുഷിങ് കൊണ്ടാണ് വന്നത്. മൈസമാണ് അതിനകത്ത് കുറച്ച് പോയിട്ടുണ്ട്. എന്നാലും അൾട്ര ഇന്ന് കൂടുതൽ പോയത്. ഇനിയിപ്പോൾ അൾട്ര ഇന്ന് തീരാനായി. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് അൾട്ര ഓഫ് ചെയ്യും 2 ദിവസം ഈ വജ്രം തീരാൻ വേണ്ടി. എൻ്റെ ഇടയിൽ 5 രൂപ സിമെന്റ് കുറഞ്ഞില്ല ഇന്ന് വന്നത്. അതിപ്പോ ഇവിടെ ഇതാക്കണ്ട, പെട്ടെന്ന് വിറ്റ് തീർക്കാൻ ഫ്ലാഷ് ആക്കണ്ട. ഇല്ല, ഫ്ലാഷ് ഞമ്മാക്കുന്നില്ല. എന്നാലും മൊത്തത്തിൽ ഫ്ലാഷ് ആക്കുന്നില്ല. രാവിലെ ഒരാൾ എന്നോട് ചോദിച്ചു ഒരു 100 ചാക്ക് അൾട്ര വേണമെന്ന് എന്നോട് പറഞ്ഞു. ഇതിന് മുമ്പ് നമ്മളെ വീട്ടിൽ തന്നെ സാധനം കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നാളെന്ന് വെച്ചാൽ ഞാൻ സാമി 5 രൂപ വർദ്ധിക്കണം. ഈ സാമിയുടെ തന്നെ അൾട്രട്ടൊക്കെ എടുക്കുന്നത് ഇല്ല, ഞാൻ സാമിൻ്റെ അല്ല, സാമിയെ വിളിച്ച് പറഞ്ഞോളാം നമുക്കിങ്ങനെ നഷ്ടമല്ല, നിങ്ങളൊന്ന് വില അഡ്ജസ്റ്റ് ചെയ്ത് വിൽക്കാൻ പറഞ്ഞില്ല. സാമിയോട് വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ടുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ 4 കടക്കാർ കോമ്പറ്റീഷൻ, അവർക്ക് ആദ്യത്തെ ഇതേ മാർക്കറ്റ് ചെറ്റിനാടൊക്കെ അവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കടകൾ കൂടുമ്പോഴാണ് ഈ മാർക്കറ്റ് ഇതാണ് കോമ്പറ്റീഷനായിട്ട്. ഇവിടെ ഇപ്പം ഞാൻ 5 രൂപ കൊടുക്കാണ്ട് ബുക്കൊന്നും ഇല്ല. കാരണം നമുക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് പറ്റില്ല. നമുക്ക് 2 ഇവിടെ യൂണിയൻ ഇല്ല, കൂലിക്കാറില്ല. ഇവിടെ 2 ആളെ ഞാൻ ശമ്പളം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് പറ്റില്ല.